ഇവിടെ വെച്ചിട്ടാണോ കല്യാണം നടത്താൻ പോകുന്നത്? ഇവിടെന്താ കുഴപ്പം? കെട്ടുമേളോ ഇല്ല, കല്യാണ മണ്ഡപം ഇല്ല, ഇതെന്താ ഇതാ? ഒന്നും വേണ്ട. പക്ഷേ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഇത് കാണും. അതാണ് ഇതിന്റെ പ്രത്യേകത, ഈ കല്യാണ ദിവസത്തിന്റെ പ്രത്യേകത. ഓമിന് മനസ്സിലായില്ല. ഈ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? ആഹാ, അവരൊക്കെ എന്തോരം ആൾക്കാരെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ്. ഓ ഭയങ്കരം. അവരുടെ മുന്നിൽ വെച്ച് എന്റെ വിവാഹം നടക്കാന്ന് പറയുന്നത് അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ? തന്റെ യോഗമാട്ടോ. അപ്പൊ അതും എനിക്ക് മറ്റുള്ള ആഡംബരങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കതർമണ്ടോ അങ്ങനെ ആവശ്യമില്ല. ഇവരാകുമ്പം പ്രശസ്തരായ ആൾക്കാരല്ലേ, അവരുടെ മുന്നിൽ അവരെ സാക്ഷി നിർത്തിയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഭയങ്കര സംഭവം തന്നെ. നമസ്കാരം. ഇന്നെന്റെ വിവാഹമാണ്. അപ്പൊ ഞാൻ എന്നാലും ഇപ്പൊ ഇവിടെ വെച്ച് നടത്താമെന്ന് വിചാരിച്ചതിന്റെ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കാമെന്ന് വിചാരിക്കണ്ട. വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഒരു നല്ലൊരു കാര്യം കാണുകയാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ ഒരു നല്ല മുഹൂർത്തമാണല്ലോ അത്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ഏജ് ഉണ്ടല്ലേ, എന്തുപറ്റി കുറച്ച് ലേറ്റായി. അതായത് നമ്മുടെ മനസ്സിനിണങ്ങി ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിന് അല്ലെങ്കിൽ എന്റെ മനസ്സിന് അല്ല എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ഒരു പെൺകുട്ടിയെ വേണ്ടേ എനിക്ക് വേണ്ടേ? ഇല്ലെങ്കിൽ മൊത്തം താളപ്പഴ പ്രശ്നങ്ങളാകില്ലേ? അപ്പൊ കുറെ കാത്തിരുന്ന് ഇപ്പോഴാണ് എനിക്ക് അത് ഒത്തു വന്നത്. പെൺകുട്ടി എവിടെ? പെൺകുട്ടി ഇവിടെ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ. അവിടെ നിപ്പുണ്ട്. അയ്യോ, പ്രേതമാണോ? ഞാനാണ് രാജേട്ടന്റെ ഭാര്യ. ഇതെന്താ മോണാക്ട് മത്സരോ? അല്ല, എന്താ മനസ്സിലായില്ല. പെണ്ണിനെ കണ്ടില്ലേ? ഇല്ല ഇല്ല, ഞാൻ തന്നെയാണ് പെണ്ണ്. മോനെ കളിയാക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നത്? എന്താ ഇയാള് തന്നെ ചെറുക്കനും പെണ്ണു? എന്ത് സംഭവം ഇത്? ചെറുക്കനെ കാണണോ? അവിടെ നിപ്പുണ്ട് ചെറുക്കൻ. അല്ല, എനിക്ക് കാര്യം മനസ്സിലായി. അത് വേറൊന്നുമല്ല. അടുത്ത് നമ്മൾ ഗുജറാത്തിൽ ഒരു സംഭവം നടന്നില്ലേ? ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചില്ലേ? അതായത് ആണിനെയല്ല, അവളെ തന്നെ കല്യാണം കഴിച്ചത്. അതുപോലെ ഒരു സംഭവം ഇവിടെ. അതാണ് സംഭവം. ഇത് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും ഡിലേ ആയതിന്റെ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരാളെ കണ്ടെത്തുക എന്ന് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുക. ഇത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. ഇത് നേരത്തെ വിദേശ രാജ്യത്ത് ഇത് നടന്ന സമ്പ്രദായമാണ്. എവിടെ നടന്നത്? വിദേശ രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് നടന്നത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് വിവാഹം കഴിച്ചു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെൺകുട്ടിയാണത്. ആ പെൺകുട്ടി ഇതിനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളമൻ ഗവി എന്ന് പറയും. സോളമൻ ഗവി, അതായത് ഗവിയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സോളമൻ. അദ്ദേഹമാണ് ഈ സമ്പ്രദായം കണ്ടുപിടിച്ചത്. അതല്ല, തെറ്റാണ്. സോളോ ഗവി എന്നാണ്. ഞാൻ വിചാരിച്ചു സോളമൻ ഗവി ആയിരിക്കും. അതും പറഞ്ഞിരിക്കാൻ സമയമില്ല, മുറുമുറുക്കിനുള്ള സമയമായിരിക്കുകയാണ്. ആരാണ് മുറുമുറുക്കുന്നത്? മുറുമുറുക്കൊക്കെ ഒരുപാട് നടക്കും. എനിക്കതിനകത്തൊന്നും വിഷയമില്ല. എന്ത് മുറുമുറുപ്പ് നടന്നാലും ഞാൻ തീരുമാനിച്ച എന്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഒട്ടും ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മുഹൂർത്തത്തിന് സമയമായെന്ന്. മുഹൂർത്തത്തിന് സമയമായി എന്നാ പിന്നെ താമസിക്കണ്ട. വരനെ ഇങ്ങോട്ട് വിളിക്കാം. വരനെ വിളിക്കും. ഓം ശുക്ലാംബരധരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. വരനെത്തിയ സ്ഥിതിക്ക് ഇനി വധുവിനെ വിളിക്കാം. വരനും വധുവും വന്ന സ്ഥിതിക്ക് ആ കല്യാണമാല വധു വരന്റെ ഹാരത്തിൽ അങ്ങോട്ട് അണിയുക. ഹാരത്തിലല്ല, കഴുത്തേലല്ലേ? കഴുത്തേൽ അങ്ങോട്ട് അണിയുക. തിരുവേലി ഇത് എവിടുന്ന് വന്നതാണോ? വധു വരന്റെ കഴുത്തിലേക്ക് ഇടുക. അല്ലേ? വരൻ വധുവിന്റെ കഴുത്തിലേക്ക് അണിയുക. നീ ബൊക്ക എന്തേ? ബൊക്ക കൊണ്ടുവരിക. ബൊക്ക എന്ന് പറഞ്ഞാൽ ക്ലോറിഫ്ലവറോ? അല്ല, ഇതാകുമ്പോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ഗോപി മഞ്ചൂരി അടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. മറ്റേതാകുമ്പോ എടുത്ത് കളയേണ്ടി വരുമല്ലോ. ഇതാകുമ്പോ വേസ്റ്റ് ആവത്തില്ല. താലി എടുക്കുക. ഓം ശുക്ലാംബരധരം ശശിവർണം ധൃതന്നം ധൃതമാന്യം സകലഗുണഗുരുക്ഷേത്ര. തലയിപ്പൊ പിഴുതു പോയാനെ. കൈ വറക്കരുത്, അങ്ങോട്ട് കെട്ടുക. ഒന്ന് കുരവിടാം. അനുഗ്രഹങ്ങൾ ഉണ്ടാവും.
എല്ലാരും ഒന്ന് അനുഗ്രഹിച്ചേക്കണം. വലിയൊരു ഭാര്യ ഇറക്കി വെച്ച പോലെ. ഇനിയിപ്പോ വധുവിന്റെ കൈക്ക് പിടിച്ച വരൻ മണ്ഡപത്തിന് ചുറ്റും അങ്ങോട്ട് വലം വെക്കുക. ഭരതരം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ. സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, രണ്ടുപേർക്കും നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നങ്ങോട്ട് മനസ്സുരുകി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. സൂക്ഷിച്ച് നടക്ക്, സാരി തട്ടിയപ്പോ വീണ തന്നെ. അപ്പൊ മംഗളമായിട്ട് കാര്യങ്ങൾ നടന്ന സ്ഥിതിക്ക് ഇനി ശാന്തിക്കുള്ള ദക്ഷിണ തരിക. അല്ല, ദക്ഷിണ കല്യാണത്തിന് വരുന്ന ധൃതിക്ക് എടുക്കാൻ മറന്നു. ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? അയ്യോ അതല്ല, ദക്ഷിണ ഉണ്ടെങ്കിൽ അല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഞാൻ എടുക്കാൻ മറന്നു, അതാണ്. ആ വധുവിന്റെ കയ്യിലുണ്ടോ? വധു ഒരു അനാഥ കുട്ടിയാണ്. അതിനോടൊന്നും ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ ദക്ഷിണ ചോദിക്കരുത് എന്റെ തിരുമേനി. ദക്ഷിണ ഇല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്തോളാം. വന്ന് കണ്ടോളാം, വൈകിട്ട് കണ്ടോളാം. സത്യെങ്കിലും അതൊക്കെ ഞാൻ ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊരു കഷ്ടം ശിവരേ. അപ്പൊ എന്റെ വിവാഹം ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാരും ഒന്ന് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കണം. ഹണിമൂണിനൊക്കെ പോകണ്ടോ? അയ്യോ, ഹണിമൂണിന് പോകല്ലോ. ഇത് എനിക്കാണെങ്കിൽ ഈ ഹണിമൂണിന് പോകുമ്പോ വലിയ ചെലവൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് ഒരാളുടെ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. ഞങ്ങൾ രണ്ടുപേർക്കും പോകാൻ പറ്റും. ഈ ഹണിമൂൺ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഓരോ ദമ്പതികൾ എന്തോരം രൂപയാണ് പൊടിച്ചു കളയുന്നത്. എനിക്കിപ്പോ ഒരു സൈക്കിൾ കിട്ടിയാലും ഞാൻ അതിനകത്ത് എങ്ങോട്ടെങ്കിലും പോകും. അത് അവിടെ ഹണിമൂൺ അങ്ങനെയാണ്. അല്ല, അപ്പൊ നമുക്ക് കല്യാണം കഴിഞ്ഞ ഒരു സങ്കല്പം ഇല്ലേ, കൈ കോർത്ത് പിടിക്കണം, പാർക്കിൽ പോകണം അല്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യും? അതൊക്കെ ഒറ്റയ്ക്കാകുമ്പോ എങ്ങനെയാണൊന്ന് ഞങ്ങളിങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഒന്ന് കിന്നരിക്കണം, ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നൊക്കെ തോന്നി എന്ത് ചെയ്യും? ചെറിയ നാണം വന്നില്ലേ? അതുപോലെ ഞങ്ങൾക്ക് ഒരു നാണമുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമല്ലോ. അതിനൊന്നും കുഴപ്പം, അതിനൊന്നും ഒരു തടസ്സമില്ല. നമ്മൾ മനസ്സ് വിചാരിച്ച എല്ലാം നടക്കും. കാണണോ? എല്ലാം പരസ്യമായിട്ട് അങ്ങനെ ചെയ്തല്ലത്. ചുമ്മാതി ആരെങ്കിലും കാണും. എന്തായി കാണിക്കുന്നത്? അയ്യേ, വൃത്തിയോട് കാണിക്കാതെ പോച്ചേട്ടാ. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഒരു ഡ്യുവൈറ്റ് പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ അതും നടക്കും. എങ്ങനെ കാണിച്ചു തരാം. കാണിച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളാം, കൊള്ളാം, അടിപൊളി. നമ്മൾ മനസ്സ് വെച്ചത് എന്താണ് നടക്കാത്തത്? എല്ലാം നടക്കും. ഇപ്പൊ ഞാൻ മാത്രം സംസാരിച്ചോണ്ടിരുന്ന കാര്യമില്ലല്ലോ. എന്റെ ഭാര്യയോട് സംസാരിക്കണമെങ്കിൽ പുഷ്പയെന്ന് വിളിച്ചാൽ മതി. പുഷ്പ സംസാരിക്കും. പുഷ്പയോട് നീ എനിക്ക് പുഷ്പയോട് സംസാരിച്ചോ? ഞാൻ രാജനോട് സംസാരിച്ചോളാം. പുഷ്പയോട് എന്തൊക്കെ പുഷ്പേ എന്താ നാത്തൂനെ? അല്ലേ, എന്റെ ഭർത്താവിന് ഈ ഇന്ത്യയിലെ മൊത്തം സ്ത്രീകളും സഹോദരിമാരാണ്. അപ്പൊ എന്നെ പുഷ്പയെന്ന് വിളിച്ചപ്പോ എന്റെ നാത്തൂനല്ലേ, അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. അങ്ങനെയാണ്. പുഷ്പേ, ഇനിയിപ്പുള്ള ജീവിതമൊക്കെ എങ്ങനെയാ പുഷ്പേ? ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളോ? പിന്നെ ഞങ്ങൾ ഇത് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർന്നത്. നല്ല കറികളൊക്കെ ഉണ്ടാക്കി ഭർത്താവിനെ പൊന്നുപോലെ നോക്കുവോ പുഷ്പ? എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമുള്ള ആളല്ല. ഒരു കാര്യത്തിലും നിർബന്ധമില്ല. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അത് കഴിച്ചോളൂ, സന്തോഷത്തോടെ കഴിച്ചോളൂ. ഈഗോ ക്ലാഷ് ഒന്നുമില്ല. ഈഗോ ക്ലാഷ് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മളൊരു ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഒരുപാട് തകർച്ചകൾ ഉണ്ടാകുന്ന പല ഫാമിലീസ് നമ്മൾ കണ്ടിട്ടില്ലേ? എന്താണ് അവിടുത്തെ മെയിൻ പ്രശ്നം? ഈ ചോദ്യമാണ്. ഈഗോയാണ് ആ കുടുംബം തകർക്കുന്നത്. ഒരു കുടുംബം തകരാന് മാനസികമായ ഐക്യമില്ലെങ്കിൽ പോയില്ലേ? ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ള രാജനോടാ. എന്താ ചോദിക്കും? പുഷ്പ വിടൂ. അളിയൻ പറ. അളിയൻ എന്താ പറ? അളിയന്റെ സംശയം എന്താ? മദ്യപിക്കുവോ? അങ്ങനെയൊന്നുമില്ല. രാജൻ മദ്യപിച്ചാൽ ഭാര്യക്ക് പ്രശ്നമല്ലോ ഉണ്ടോ? ഇതാണ്, ഞാൻ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. പക്ഷെ എന്റെ ഭാര്യക്ക് അതൊരു വിഷയമല്ലല്ലോ. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവൾക്ക് അങ്ങനെ ഒരു എതിർപ്പേ ഇല്ല. ഭാര്യയാണോ ഒഴിച്ചരുത്? ഭാര്യ ഒഴിച്ചു തരും. അതുപോലെ ഭാര്യക്ക് ഒഴിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒഴിച്ചു വെക്കും. ഒഴിച്ച് അടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ഓടി എന്ന് പറയും. ഞാൻ മനസ്സിൽ കാണുന്ന ടച്ചിങ്സ് എനിക്ക് ഉണ്ടാക്കി കൊടുത്തരും. അടിച്ച് ഞാൻ വാള് വെച്ച് അവിടെ കിടക്കാണെന്ന് വിചാരിച്ചോ, ഈ പാവം വന്ന് അതെല്ലാം കോരി കളഞ്ഞിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കി എന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ട് കട്ടിലെ കണ്ടി കിടത്തും. അതാണ് എന്റെ ഭാര്യ. കുടുംബത്തിലെ ചെലവുകളൊക്കെ എങ്ങനെ? ഞാൻ ജോലിക്ക് പോവല്ലോ. ഞാൻ ഒരു ദിവസം പോലും മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന ആളല്ല. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിലും ഞാൻ കൃത്യമായിട്ട് ജോലിക്ക് പോകും. ഒരു ദിവസം ഞാൻ 1000 രൂപയുടെ ജോലി ചെയ്യും. ഓ, വെരി ഗുഡ്. ഈ 1000 രൂപയുടെ ജോലി ചെയ്തിട്ട് ഞാൻ 800 രൂപയ്ക്ക് കുടിച്ചാലും ഇവക്കൊരു വിഷയമില്ല. പുഷ്പേട്ടാ,
ഏതാണ് ഈ സ്ത്രീ? ഇതാരാണത്? എനിക്കറിയില്ല. നിനക്ക് അറിഞ്ഞൂടാ? അതെങ്ങനെ എനിക്കറിയാം? താനാരാടോ? അളിയ ഒരുമാതിരി വൃത്തിയുണ്ടെങ്കിൽ വീട്ടിൽ പോകുമ്പോ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ ഞാൻ ആരാന്ന്. പുഷ്പയുടെ ആളെയാണോ? പിന്നെ നീ തമാശ കളിക്കല്ലേ, തമാശ കളി. അളിയാന്ന് കയറി വിളിച്ചെന്തിന്? നിനക്ക് ഞാൻ ഏത് വകയിലെ അളിയെന്ന് നിനക്ക് അറിഞ്ഞൂടാ? എനിക്കറിയത്തില്ല. ഇതെന്തോന്ന് ഈ കഴുത്തിലേക്ക് ഇട്ടേക്കുന്നത്? ഇന്നെന്റെ വിവാഹമായിരുന്നു. സ്ത്രീ. വിവാഹമായിരുന്നെന്നാ? അതെ, സ്ത്രീ. അപ്പൊ 10 വർഷത്തിന് മുമ്പ് നിങ്ങൾ ഒന്ന് കെട്ടിയതോ? ആരെ? ചേച്ചി എന്നെ 10 വർഷത്തിന് മുമ്പ് ഇയാളൊന്ന് കെട്ടിയതാ. വൈരിയാണോ? ആ ഞാനൊന്ന് വഴക്കിട്ട് വീട്ടിൽ പോയപ്പോഴാണ് ഇയാൾ ഈ തോന്നിയാസം കാണിച്ചു വെച്ചേക്കുന്നത്. അത് എനിക്കൊരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഞാൻ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ അതൊന്നുമില്ല സാറേ. ഇത് സംഭവം എന്നറിയാം, ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാശ് എന്റെ പെങ്ങ കൊടുക്കില്ല എന്നും വിളിച്ച് പരാതിയാണ്. എല്ലാ ദിവസവും പണിക്ക് പോകും ചേച്ചി. പക്ഷെ മൊത്തം പൈസ ഒക്കെ കുടിച്ചിട്ടാ വീട്ടിലോട്ട് വരുന്നത്. അത് കാരണമാണ് ഞാൻ വഴക്കിട്ട് വീട്ടിൽ പോയത്. ഇപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞു എന്ത് പറഞ്ഞു? പുള്ളി പറഞ്ഞു വൈഫ് ഒന്നും പറയൂല, ഇപ്പൊ കുടിക്കുക അങ്ങനെയുള്ള ഒരു വൈഫിനാണ് ഞാനിപ്പോ കിട്ടിയത്. വൈഫിനെ കിട്ടിയോ അവന്റെ? ഇതൊക്കെ കളഞ്ഞിട്ട് മര്യാദക്ക് വീട്ടിലോട്ട് വരണം. ഞാൻ എന്തിനാണ് വരുന്നത്? ഞാൻ ഡൈവേഴ്സ് ചെയ്താണ് നിന്നെ. മനസ്സാ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഡൈവേഴ്സ് ചെയ്തോ? അതെ, മനസ്സാ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്തിട്ടില്ല. എനിക്ക് നിങ്ങളെ വേണം. നിങ്ങൾ വീട്ടിലോട്ട് വരാൻ. അയ്യോ, ഇതെന്തൊരു വർത്താനമാണ് ഇത് പറയുന്നത്? ഒരാൾക്ക് വേണ്ടെന്ന് പറയുന്നത് പിന്നെയും നടന്ന് ശല്യം ചെയ്യുന്നത്. നാണക്കേട്. അപ്പൊ നീ ഇത് പറഞ്ഞവരെന്താ സോളോഗമിയാ? എന്താ സോളോഗമ? അതനുസരിച്ച് എന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. സോളോഗമി. സോളോഗമി. അതന്നെ. അതെ. നിനക്ക് നീ എന്റെ പെങ്ങളെ വേണ്ട? അയ്യോ, എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് വേറൊരു ഭാര്യ ഉണ്ട്. അത് മറ്റേത് അവിഹിത വിഭാഗത്തിൽ പെടുന്നതാണ്. അത് എനിക്ക് താല്പര്യമില്ല. ഞങ്ങളിതൊക്കെ കേട്ടിട്ട് നോക്കി അല്ല, നിൽക്കുക. നോക്കിയിരിക്കുന്നില്ല, എനിക്കറിയാം. അതെ, ഇത് ഇവൻ എങ്ങനെയൊന്നുമല്ല. അവന് നിനക്ക് മര്യാദക്ക് വേണ്ട വേണ്ട ഇനി ചത്തു വേണ്ട 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 ഒരു മര്യാദയല്ലേ? വേണ്ട വേണ്ട കള്ളം കുടിച്ചിട്ട് വേണ്ട വേണ്ട. അയ്യോ അയ്യോ, നീ ഒരു സ്ത്രീയാണോടി? എന്താ? സ്വന്തം ഭർത്താവിനെ കൺമുന്നിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നാണ്ടിട്ട് ഒരക്ഷരം മിണ്ടാകുന്ന മൊശകൊടത്തി. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലല്ലോ. നിങ്ങൾ വേറൊരുത്തിനെ കെട്ടിയില്ലേ? വേറെ വ്യക്തി കെട്ടിയെന്നു. എന്നെ ഇടിക്കുന്ന കണ്ടോണ്ട് അവള് തടസ്സം പിടിക്കാൻ വന്നപ്പം ആ കാലൻ അവളെ ഇടിച്ച് അവൾ അപ്പം ഇവിടുന്ന് പോയതാണ്. പോയാ? പോയി. അന്ന് അവളെ ഒന്ന് വിളിക്കാം. അവള് വന്ന് എഴുന്നേപ്പിക്കും. ഇനി ഒരാഴ്ച എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ വേണം. എനിക്ക് കഞ്ഞി കറിയെല്ലാം വെച്ച് തരാൻ നീ വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണം അല്ലേ? ഇനി ഇതുപോലെ വരെ തോന്നിയാസം കാണിക്കുവോ? ഇല്ല. മര്യാദക്ക് പണിക്ക് പോവോ? പണിക്ക് പോയാ പൈസ കൊണ്ട് വീട്ടിൽ കൊണ്ട് തരുവോ? കൊടുക്കാം. കൊടുക്കാം. ഇനി ഈ പരിപാടിയൊന്നും ചെയ്യില്ലല്ലോ? ഇല്ല. ഇനി സോളോഗമി നടത്തുവോ? അയ്യോ, എനിക്ക് നീ സോളോഗമിയും വേണ്ട, ഒരു കീളോഗമിയും വേണ്ട. എനിക്ക് എന്റെ ഭാര്യാഗമി മതി. നീ എവിടെ പോയാലും അതിന്റെ പുറകെ ഗമിക്കുക. വാ പോട്ടെ സാറേ. ശരി, സമാധാനമായി.